ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാം, കബീർദാസിൻ്റെ ഒരു ദോഹയോട് കൂടിയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പല ടോപ്പിക്കുകൾ വെച്ച് നമ്മൾ വീഡിയോസ് ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നേരത്തെ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്കൂളിലേക്കുള്ള വീഡിയോസ് കൂടി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 9ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റിലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ദോഹയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കബീർദാസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ 24ാമത്തെ പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കബീർ 15वीं सदी के संत कवि थे. 15ാം നൂറ്റാണ്ടിലെ ഒരു സന്ത് കവിയാണ് കബീർ. വേ ഹിന്ദി സാഹിത്യ ഭക്തികാൽ കി നിർഗുൺ ഷഹാ കെ കവി ഹെ. ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാൽ എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സഗുണ നിർഗുണ. അതിൽ നിർഗുൺ ഷഹാ കെ കവിയാണ് കബീർദാസ്. उन्होंने समाज में फैली कुरीतियों और अंधविश्वासों की निंदा की और സാമാജിക് ബുരായിയോങ്കി കടി ആലോചന की. അതായത് സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയ ആളാണ് കബീർ. ऐसा माना जाता है कि कबीर की वाणी का संग्रह उनका शिष्य धर्मदास ने बीजक के नाम से सन 1400 ഓക്കെ, ഡേറ്റ് മിസ്റ്റേക്ക് പറ്റി, ഞാൻ നോക്കിയില്ലായിരുന്നത്, ഇപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, 1464 में किया, 1464 അതിന് ഹിന്ദിയിൽ വരുന്ന അങ്ങനെയാണ്. ഓക്കെ, ഇസ്കെ 3 ഭാഗ് സാഖി സബത് റമൈനി. ഇങ്ങനെ ഒരു 3 പാർട്ട് കൂടി ഇതിനുണ്ട്, സാഖി സബത് ഓർ റമൈനി. ഓക്കെ, ബീജക് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചന. ഓക്കെ, എനിവേസ് നമുക്ക് ഇനി ആ ദോഹയിലേക്ക് പോകാം. ഇതൊരു 2 വരിയുള്ള ഒരു ചെറിയൊരു കവിതയാണ്. ഓക്കെ, നമ്മളുടെ മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്ന GN ജീഫർ എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണ്. സ്നേഹം, പ്യാർ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു മൊഡ്യൂളാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ രണ്ട് കൂട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു കഥയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ദോഹയിലേക്ക് പോകാം. പോതി പടി പടി ജഗമുവ പണ്ഡിത് ഫയാന കോയി ഠായി ആഖർ പ്രേം ക പടേസോ പണ്ഡിത് ഹോയ് എന്നതാണ് കബീർദാസിൻ്റെ ദോഹ. പോതി പടി പടി ജഗമുവ പണ്ഡിത് ഫയാന കോയി ഠായി ആഖർ പ്രേം ക പടേസോ പണ്ഡിത് ഹോയ്. ഓക്കെ, ഇതിൻ്റെ മീനിങ്ങിലേക്ക് വേണമെങ്കിൽ പോഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മോട്ടി കിതാബ് അല്ലെങ്കിൽ ഒരു വലിയ പുസ്തകം. ഓക്കെ, പടി പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്കർ പഠിച്ചുകൊണ്ട്. ജഗ്മുവ, ജഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാർ, അതായത് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ ആളുകൾ നമ്മളുടെ ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായിപ്പോയി. പണ്ഡിത് ഫയാന കോയി. ഓക്കെ, അതായത് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ ഈ മരിച്ചുപോയി. ഓക്കെ, പക്ഷെ അവരെല്ലാവരും പണ്ഡിതർ ആവണമെന്ന് ഇല്ല. അതാണ് ഫസ്റ്റ് ലൈനിൻ്റെ മീനിങ്. ഓക്കെ, രണ്ടാമത്തെ ലൈനിലേക്ക് പോകണമെങ്കിൽ ഠായി ആഖർ പ്രേം ക പടേസോ പണ്ഡിത് ഹോയി. ഠായി ആഖർ പ്രേം ക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 അക്ഷരം, പ്രേം എന്ന 2.5 അക്ഷരം അല്ലെങ്കിൽ സ്നേഹം, ആ 2.5 അക്ഷരം പഠിച്ചവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ. പടേസോ പണ്ഡിത് ഹോയ്. ഓക്കെ, അതായത് സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് ആരാണോ അയാളാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് ഒന്നുകൂടി പോകാം. കബീർ അപ്പനെ ഇസ് ദോഹയ്ക്ക് പങ്ക്തിയോമേ പ്യാർ കാ മഹത്വ പ്രകട് കിയാ ഹെ. പ്യാർ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ് എന്നതിനെക്കുറിച്ചാണ് കബീർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഉൻകാ കഹനാ ഹെ കി മോട്ടി മോട്ടി കിതാബേം പഠിക്കർ സംസാർ മേ കിത്തനെ ഹി ലോഗോं की ജിന്ദഗി ബീത് ഹൈ. അതായത് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ഒത്തിരി പേര് നമ്മളുടെ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. ഐസെ പുസ്തകം പഠിത്തേ രഹനെ സേ ഹി
कोई भी असली विद्वान न बन सके. അതായത് ഇതുപോലെ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതൻ ആവണമെന്നില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൈൻ. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ യദി കോയി പ്രേം യാ പ്യാർ കാ മഹത്വ അച്ചി തര സമജ് ലേ. അതായത് പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കുന്നവരാരാണോ തോ വഹി സച്ച ജ്ഞാനി ഹോഗ, അയാളാണ് ശരിക്കുമുള്ള പണ്ഡിതൻ. ഓക്കെ, ബിനാ പ്യാർ സെ ജ്ഞാൻ നഹി ഹോഗ. എന്താണ്? സ്നേഹമില്ലാതെ നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. പ്യാർ കെ ബിനാ കോയി ജ്ഞാനി ന ഹോഗ. പ്യാർ കെ ബിനാ കോയി, എന്താണ്? സ്നേഹമില്ലാതെ ഒരു ജ്ഞാനി ഉണ്ടാകില്ല. ഇതാണ് ഈ ഒരു 2 ദോഹയുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഏകദേശം നിങ്ങൾക്കിതിൻ്റെ മീനിങ് മനസ്സിലായി കാണും. പോഥി പടി പടി ജഗുമുവ പണ്ഡിത് ഫയാന കോയി ഠായി ആഖർ പ്രേം കാ പടേസോ പണ്ഡിത് ഹോയി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.